ഖബറിന്റെ ചാര വെച്ചുകൊണ്ട് ഒരു സഹോദരിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചു. ആർക്കു വേണ്ടിയാ? ഒരു പള്ളി പരിപാലിച്ച സഹോദരിക്ക് വേണ്ടിയാണെന്ന് മുത്തുനബിയുടെ പ്രിയപ്പെട്ടവരെ പറയുമ്പോ, ഒരു പള്ളി തൂത്ത, ഒരു പള്ളിയുടെ മുറ്റമടിച്ചു വാരിയ ഒരു സഹോദരിക്ക് വേണ്ടി ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് ആ ഖബറിന്റെ ചാര വന്നുകൊണ്ട് മയ്യത്ത് നിസ്കരിച്ചെന്ന് ചരിത്രങ്ങൾ പറയുമ്പോ, ഞാൻ നിങ്ങളോട് എന്റെ പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന് പറയാ, എന്റെ പ്രിയപ്പെട്ടവരോട് സന്തോഷത്തോടു കൂടി ഞാൻ പറയാ, മോനെ, ഒരിക്കലും പള്ളി പരിപാലനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്രമക്കേടുകൾ കാണിക്കാൻ പാടില്ല. ക്രമക്കേടുകൾ കാണിക്കാൻ പാടില്ല. നമ്മൾ പറയും, ഉസ്താദേ, ലക്ഷക്കണക്കാന വരുമാനം ഞങ്ങളുടെ പള്ളിക്ക് കിട്ടുന്നുണ്ട് ഉസ്താദേ, അതുകൊണ്ട് ഞങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട, പൈസ കിട്ടുക അത് ചെയ്യുക. അതല്ല, മുത്തുനബി പറഞ്ഞു, ഇഖ്ലാസോടെ, അദബോടെ, തഖ്വയോടെ ആരെങ്കിലും ഒരാൾ എന്റെ പ്രിയപ്പെട്ടവരെ പള്ളി പരിപാലിച്ചാൽ അവർക്ക് നാളെ സ്വർഗ്ഗമുണ്ടെന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? ഈ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്, മുത്തുനബി ആ ഖബറിന്റെ ചാര പോയി മയ്യത്ത് നിസ്കരിക്കാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ആ സഹോദരി പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്തവരായതുകൊണ്ട്. അല്ലാഹുവേ, നീ ഈമാൻ കൊണ്ട് തരണേ അല്ലാ, നീ റാഹത്തിലാക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അതുകൊണ്ട് സ്നേഹത്തിൽ പറയാ, നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ ഈ പള്ളി കമ്മിറ്റിയിൽ കയറിയാൽ അവര് വെറുതെ കളിച്ച് ചിരിച്ച് നടക്കാൻ പറ്റില്ല. കാരണം നാളെ പടച്ചവന്റെ പരലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കുമ്പോ പള്ളി പരിപാലനത്തിന്റെ പേരിൽ ചിലപ്പോ നമ്മളിൽ പലരും എന്റെ പ്രിയപ്പെട്ടവരെ നരകത്തിലേക്ക് പോകേണ്ടി വരാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.